ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് അമലോത്ഭവ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 5-ാം ദിവസമാണ്. ഈ അമലോത്ഭവ തിരുനാൾ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ ദേഷ്യം വരുത്തുന്ന ഒരു തിരുനാളാണ് സാത്താന്. കാരണം അവൻ പാപം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ പാപമേ ഇല്ലാത്ത ഒരാൾ ജനിച്ചു, അതിൻ്റെ ഓർമ്മ, അതിൻ്റെ ആഘോഷം, അത് അവന് വളരെയധികം ദേഷ്യം പിടിപ്പിക്കും. പിശാചിന് തീരെ ഇഷ്ടമില്ല ഈ അമലോത്ഭവ തിരുനാൾ എന്നൊക്കെ പറയുന്നത്. അവൻ ആദ്യം മുതലേ ഈ അമലോത്ഭവ അമ്മയെ നശിപ്പിക്കാൻ ശ്രമിച്ചവനാണ്. വിശുദ്ധ അന്നായുടെ ഗർഭത്തിൽ ഈ അമലോത്ഭവ ശിശുവിനെ വെച്ചപ്പോൾ മുതൽ ഇവന് എന്തോ ഒരു സംശയമുണ്ടായിരുന്നു. കാരണം ഈ അന്നായുടെ വിശുദ്ധിയും ആ എളിമയും ആ ഒരു ദൈവീകതയുമൊക്കെ കണ്ടിട്ട് ഈ സ്ത്രീ ആളത്ര ശരിയല്ലല്ലോ എന്ന് അവനെപ്പോഴും നോട്ടമിട്ടിരുന്നു വിശുദ്ധ അന്നയെ. പിന്നെ ഗർഭിണിയായപ്പോൾ മുതൽ അവന് സംശയവുമാണ്, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ രഹസ്യം. പക്ഷേ അവളുടെ ഉദരത്തിൽ വളരുന്ന ആ നിധിയെപ്പറ്റി അവനൊന്നും മനസ്സിലായില്ല. കാരണം ദൈവം അങ്ങനെയുള്ള ചില രഹസ്യങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചു വയ്ക്കും. പക്ഷേ എന്നാലും അവന് ഭയങ്കര സംശയമായിരുന്നു അന്നായുടെ അനുദിന ജീവിതത്തിലെ വിശുദ്ധി കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ വളരുന്നത് മിശിഹായുടെ മാതാവാണെന്നൊന്നും അവൻ അറിഞ്ഞിട്ടില്ല എങ്കിലും അവളെ കൊല്ലാൻ അവൻ പലതവണ ശ്രമിച്ചു. എന്നിട്ടും നടന്നില്ല. കാരണം കർത്താവ് അവളെ സംരക്ഷിച്ചിരുന്നു. പിന്നീട് അവൻ വേറൊരു പണിയാണ് ചെയ്തത്. ഒരു സ്ത്രീയെ തന്നെ അവൻ കരുവാക്കി ഈ വൃദ്ധയായ സ്ത്രീയെ വളരെയധികം നിന്ദിക്കാനും പരിഹസിക്കാനുമൊക്കെ തുനിഞ്ഞു. പക്ഷേ ഈ അന്നായുണ്ടല്ലോ, എതിരാളികളെ കരുണയോടെ വീക്ഷിക്കുകയാണ് ചെയ്തത്. അതുമൂലം അവൻ്റെ ക്രോധം ഒന്നുകൂടെ ഇരട്ടിച്ചു. ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പിശാച് ചെയ്യുന്നത്. പല വഴിക്ക് ശ്രമിച്ചു നോക്കും, എന്നിട്ട് പറ്റിയില്ലെങ്കിൽ ചില വ്യക്തികളിലൂടെ നമ്മെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വിചാരിക്കും ഇവനെന്താ ഇങ്ങനെ, ഇവളെന്താ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ പിന്നീടത് തിരിച്ചറിയും, അത് സാത്താൻ അവരിൽ കൂടെ പ്രവർത്തിച്ചതാണെന്ന്. എന്തിനാണെന്നോ, നമ്മൾ ഈശോയെ പ്രാഗിക്കൊണ്ട് ഈ സഹനമൊക്കെ തന്നതിന് പിറുപിറുത്തുകൊണ്ട് അവനിൽ നിന്ന് അകന്നു പോകാനാണ് ഇവൻ്റെ പരിപാടി. അതുകൊണ്ട് രോഗം വയ്ക്കും, ക്ലേശം വയ്ക്കും, ബിസിനസ് തകർച്ച വയ്ക്കും, അകാല മരണം വയ്ക്കും. അതിലും പിടിച്ചു നിന്നാൽ പിന്നെ വ്യക്തികളിലൂടെ ഉപദ്രവിക്കും. നമുക്ക് ഒന്ന് മനസ്സിരുത്തി ധ്യാനിക്കാം. ഏതെങ്കിലും വ്യക്തികൾ, ചിലപ്പോൾ പെറ്റമ്മയായിരിക്കും എതിരിടുന്നത്, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, അങ്ങനെ വർഷങ്ങളോളം നമ്മെ തളർത്താൻ മാത്രമുള്ള പല അനുഭവങ്ങളും വ്യക്തികളിൽ നിന്ന് കിട്ടുമ്പോൾ ഓർക്കുക, അവരിൽ കൂടെ പിശാച് പ്രവർത്തിക്കുന്നതാണ് നമ്മെ തളർത്താൻ. അപ്പോൾ നമ്മൾ തളരരുത്. എതിരാളികളെ കരുണയോടെ വീക്ഷിക്കണമെന്നാണ് വിശുദ്ധ അന്ന പഠിപ്പിക്കുന്നത്. എന്നിട്ടും ഇവന് സമാധാനം കിട്ടിയില്ല. എന്തോ ഒരു ദൈവിക ശക്തി ഈ അന്നയിൽ നിന്നും പ്രവഹിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവൻ പല ശ്രമങ്ങളും എടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറക്കമൊഴിഞ്ഞ് തൻ്റെ മഹാനഗരത്തെ കാക്കുന്നുണ്ടായിരുന്നു. ഏതാണ് ആ മഹാനഗരം? തൻ്റെ മഹാനഗരമാണ് പരിശുദ്ധ അമലോത്ഭവ മാതാവായ കന്യകാമറിയം. ഈ കന്യകയെ
പ്രസവിക്കുന്നത് സെപ്റ്റംബർ 8 തീയതിയാണല്ലോ ജനന തിരുനാൾ. ആ ജനനത്തിൻ്റെ അമലോത്ഭവമായിട്ടുള്ള രഹസ്യമാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ഉണ്ണിയെ പ്രസവിക്കുന്ന സമയത്ത് പിശാച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നോ. അവരുടെ വീടിൻ്റെ മുമ്പിലേക്ക് ഒരു വലിയ ഇടിമിന്നലയച്ചു. സാത്താൻ അവൻ്റെ സകല അനുയായികളോടും കൂടെ നരകത്തിൽ നിന്നും കെട്ടുകെട്ടി ഇറങ്ങിയതുപോലെയാണ് അന്ന് സംഭവിച്ചത്. യോവാക്യം അന്ന ദമ്പതികളുടെ വീട്ടിൽ പ്രസവം നടക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ കൂടി അവിടെയും ഇവിടെയും നിൽക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് സാത്താൻ വിരളി പിടിച്ചതുപോലൊരു വലിയ ഇടിമിന്നൽ ഇവരുടെ വീട്ടിലേക്ക് അയച്ചു. ഇടിമിന്നൽ എത്തിയ സ്ഥലം കരിഞ്ഞുപോയി, വീടിൻ്റെ ചുമരുകളൊക്കെ ഇളകി മറഞ്ഞുപോയി. പക്ഷേ എന്നാലും അന്നായ്ക്കൊന്നും സംഭവിച്ചില്ല. കുഞ്ഞ് പിറക്കുക തന്നെ ചെയ്തു. അവിടെ മുഴുവൻ ഒരു കരിഞ്ഞ ദുർഗന്ധം വന്നു എന്നാണ് പറയുന്നത്. സാത്താൻ്റെ സാന്നിധ്യം. അവൻ എപ്പോഴും ഈ ശിശുവിനെ ലാക്ക് വെച്ചാണ് നിന്നിരുന്നത്. എങ്ങനെ ഇവളെ നശിപ്പിക്കാം, എങ്ങനെ ഇവളെ സഹിപ്പിക്കാം, സഹിപ്പിച്ച് അവൾ കർത്താവിൽ നിന്ന് പിന്തിരിയുമോ എന്ന് അവൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവന് അറിയില്ലായിരുന്നു ഇത് മിശിഹായുടെ മാതാവാണെന്ന്. ആ രഹസ്യം അറിയില്ലായിരുന്നു. പക്ഷേ ഏതോ ഒരു വലിയ വിശുദ്ധ, അതാണ് ഈ അന്ന എന്നും അതിൻ്റെ ഉള്ളിൽ വരുന്നതും വിശുദ്ധയാകുമല്ലോ എന്നുമൊക്കെ അവൻ ചിന്തിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ തൻ്റെ മഹാനഗരത്തെ കാത്തുകൊണ്ടിരുന്നു. ഈ ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ നമ്മെയും കാത്തുകൊണ്ടിരിക്കുന്നുണ്ട് സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്ന്. പ്രിയ കൂട്ടുകാരെ, നമുക്ക് പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ ജനന രഹസ്യം ധ്യാനിക്കാം. ഇന്ന് നമുക്ക് അമ്മയ്ക്ക് അമലോത്ഭവ മാതാവിന് കിരീടം വയ്ക്കാം. അമലോത്ഭവ ഹൃദയ ജപമാല ചൊല്ലാം മാധ്യസ്ഥം ചോദിച്ചുകൊണ്ട്. ഒപ്പം മാതാവിൻ്റെ ഉദരത്തിൽ ആയിരിക്കുന്ന ഉണ്ണീശോയ്ക്ക് ഡിസംബർ 25 പുറത്തു വരുമ്പോൾ നമുക്കും ഒരു കിരീടം സമർപ്പിക്കാം. അതിനായി 40 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ഒരുക്ക പ്രാർത്ഥനയിലൂടെ ചെയ്തുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെ പ്രാർത്ഥനയും മാധ്യസ്ഥവുമെല്ലാം നമുക്കുണ്ടാകട്ടെ. അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് അത് ഔഷധമാണ്, അനുഗ്രഹത്തിൻ്റെ ഉപാധിയാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കിയവരെയും കഴിക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. കർത്താവ് യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ഭക്ഷണ പദാർത്ഥങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും തന്നെ. അമലോത്ഭവയാം മാതാവേ, തൃപ്പാദം ഞാൻ പുൽകുന്നു. വലയുന്നോർക്കെന്നും ആശ്രയമേ, പീഡിതർക്കെന്നും ആലംബമേ. താതനയച്ചോരമ്മേ നീ
പുത്രനേൽപ്പിച്ച തായേ നീ ആത്മാവിൻ പുതുമണവാട്ടി യാചിക്കണമേ ഞങ്ങൾക്കായി അമലോത്ഭവയാം മാതാവേ. തൃപ്പാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കെന്നും ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ. അനുസ്യൂതമാം വിശ്വാസം വിശിഷ്ടമായ പ്രാർത്ഥനയും തീക്ഷ്ണമായ സ്നേഹവും ഇന്ദ്രിയ നിഗ്രഹവരങ്ങളും അമലോത്ഭവയാം മാതാവേ. തൃപ്പാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കെന്നും ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ. അനുസ്യൂതമാം വിശ്വാസം വിശിഷ്ടമായ പ്രാർത്ഥനയും തീക്ഷ്ണമായ സ്നേഹവും ഇന്ദ്രിയ നിഗ്രഹവരങ്ങളും അഗാധമായ എളിമയും പാറ പോലുള്ള ശരണവും ആഴമായ മൗനവും തന്നരുളേണേ മാതാവേ. അമലോത്ഭവയാം മാതാവേ. തൃപ്പാദം ഞാൻ പുൽകുന്നു വലയുന്നോർക്കെന്നും ആശ്രയമേ പീഡിതർക്കെന്നും ആലംബമേ.